നമസ്കാരം മക്കളെ. മലയാളം കേരള പാഠാവലിയിലെ മൊഴി പൊഴിയും അഴകെന്നുള്ള യൂണിറ്റിലെ ആദ്യത്തെ ഭാഗമാണ് കാവ്യനർത്തകി എന്നുള്ള കവിതാഭാഗം. മലയാളത്തിലെ പ്രശസ്തനായ കവി ചങ്ങമ്പുഴ എഴുതിയ സ്വരരാഗസുധ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കാവ്യനർത്തകി എന്നുള്ള കവിത. ആ കവിതയിലെ ചില ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ USX എക്സാമിന് ഏറ്റവും കൂടുതൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഒരു പാഠഭാഗം ഒരു പാഠഭാഗം കഥയോ കവിതയോ അത് എഴുതിയ ആളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ. അങ്ങനെ ചില ചോദ്യങ്ങൾ ചങ്ങമ്പുഴയുമായി ബന്ധപ്പെട്ടത് നമ്മൾ എന്ത് ചെയ്യടാ, നമ്മളൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ് മക്കളെ. ആദ്യത്തെ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി ആരാണ്? മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി വയലാറാണോ, അക്കിത്തമാണോ, വള്ളത്തോളാണോ, ചങ്ങമ്പുഴയാണോ? മക്കൾ അതാരാണ്? ചങ്ങമ്പുഴയാണ്. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി ചങ്ങമ്പുഴയാണ്. മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന കവി ചങ്ങമ്പുഴയാണ്. അങ്ങനെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത് മറ്റൊരു കവിയാണ്. അപ്പൊ അടുത്ത ചോദ്യം അങ്ങനെ നമ്മൾ പഠിക്കുകയാണ്, കണക്ട് ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത് ആര്? മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. ചങ്ങമ്പുഴയാണ് മലയാളത്തിൽ ഓർഫ്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹത്തെ പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഗാന്ധിജിയെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞല്ലേ, മഹാത്മാ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതാണ്. അതുപോലെ ചങ്ങമ്പുഴക്ക് നൽകിയ വിശേഷണം അത് നൽകിയത് ആരാണ് എന്നാണ് അടുത്ത ചോദ്യം. മക്കളെ, പ്രൊഫസർ MK സാനു, M ലീലാവതി, ബാലാമണിയമ്മ, തകഴി ശിവശങ്കരപിള്ള, അതിൽ ഡോക്ടർ M ലീലാവതി ടീച്ചറാണ് അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത്. മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത് ഡോക്ടർ M ലീലാവതിയാണ്. എന്ത് ചെയ്യടാ, ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം ഇതാണ്: ഇടപ്പള്ളി കവികളിൽ ചങ്ങമ്പുഴ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ കവി, അദ്ദേഹം രണ്ടുപേരും എന്ത് ചെയ്തു, ഒരേ രീതിയിൽ പ്രശസ്തിയാർജിച്ച കവികളായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇടപ്പള്ളി കവികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇടപ്പള്ളി പ്രസ്ഥാനത്തിലെ കവികൾ, ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്നത് ഒന്ന് ചങ്ങമ്പുഴയാണ്, ഒന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സ്നേഹിതനായ മറ്റൊരു കവിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇടപ്പള്ളി കവികളിൽ ഒരാളായി അറിയപ്പെട്ട ചങ്ങമ്പുഴയുടെ അടുത്ത സ്നേഹിതൻ ആരാണ്? ഇടപ്പള്ളി കവികളിൽ ഒരാളായി അറിയപ്പെടുന്ന ചങ്ങമ്പുഴയുടെ അടുത്ത സ്നേഹിതൻ. മക്കൾ, ഈ കൂട്ടത്തിൽ ആരാ? ONV ആണോ, ഇടപ്പള്ളി രാഘവൻ പിള്ളയാണോ, വയലോർ പിള്ളിയാണോ, അക്കിത്തമാണോ? പേരിൽ നിന്ന് കണ്ടുപിടിക്കാം, ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്താണ് ചങ്ങമ്പുഴയുടെ ആര്? ഇടപ്പള്ളി രാഘവൻ പിള്ള. അങ്ങനെയാണെങ്കിൽ ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി കണക്ട് ചെയ്ത് ഞാൻ പറയാണ്. ചോദ്യം ഇതാണ്: ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണശേഷം ദുഃഖിതനായി ചങ്ങമ്പുഴ എഴുതിയ വളരെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണശേഷം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്നേഹിതനായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണശേഷം ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ള പ്രശസ്തമായ കവിത അത് ഏതാണ് എന്നാണ് അടുത്ത ചോദ്യം. മക്കളെ, ബാഷ്പാഞ്ജലി, രമണൻ, വാഴക്കുല, മഴവില്ല്. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള വളരെ പ്രശസ്തനായ രമണൻ എന്നുള്ള കവിതയാണ് തൻ്റെ അടുത്ത സുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണശേഷം എന്ത് ചെയ്യുന്നു, ആ ദുഃഖത്തിൽ നിന്ന് ചങ്ങമ്പുഴ എഴുതുന്ന കവിത. അപ്പോൾ രമണനാണ് ഉത്തരം. രമണനിലെ കഥാപാത്രമാണ് രമണനും ചന്ദ്രികയും. അപ്പോൾ അതൊക്കെ അറിയായിരിക്കുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് മക്കളെ പഠിക്കുക. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ചോദ്യം ഇങ്ങനെയാണ്. അതായത് മക്കളെ, ചോദ്യം ഇതാണ്: ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിച്ചത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു ഉദാഹരണം കൂടി, ഒരു എക്സാമ്പിൾ കൂടി, അല്ല അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ക്ലൂ കൂടി ഞാൻ തരാം. കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹമാണ്. ഈ കൂട്ടത്തിലുള്ള ആര്? ജോസഫ് മുണ്ടശ്ശേരി മാഷാണ് ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിച്ചത്. ചങ്ങമ്പുഴയെ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ജോസഫ് മുണ്ടശ്ശേരി മാഷ് ചങ്ങമ്പുഴയെ എന്ത് വിശേഷിപ്പിക്കുന്നു? നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അങ്ങനെ അദ്ദേഹം ചങ്ങമ്പുഴയെ കുറിച്ച് പറഞ്ഞ ആ വാക്കുകൾ എന്ത് ചെയ്തോ, ചങ്ങമ്പുഴയെ കുറിച്ചുള്ള ഒരു പുസ്തകമായി എന്ത് ചെയ്തു, മറ്റൊരു സാഹിത്യകാരൻ എഴുതി. ചങ്ങമ്പുഴയെ കുറിച്ചുള്ള പുസ്തകമായി മറ്റൊരു സാഹിത്യകാരൻ എഴുതി. അപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് അടുത്ത ചോദ്യം പഠിക്കുകയാണ്. ചങ്ങമ്പുഴയെ നമ്മൾ എന്ത് ചെയ്തു, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി മാഷാണെങ്കിൽ
ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പുസ്തകം മക്കളെ, കൃതി അല്ലെങ്കിൽ പുസ്തകം എന്ന പുസ്തകം രചിച്ചത് ആര് എന്നാണ് ചോദ്യം. ഇതിൽ MT ആണോ, T പത്മനാഭനാണോ, MK സാനുവാണോ, VK രാജശേഖരനാണോ? ആരാണ് ഉത്തരം? ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതി ഈ കൂട്ടത്തിൽ ആരെഴുതിയതാണ്? ഈ കൂട്ടത്തിൽ പ്രൊഫസർ MK സാനുമാഷാണ് ആ കൃതി എഴുതുന്നത്. പ്രൊഫസർ MK സാനുമാഷ്. അങ്ങനെയാണെങ്കിൽ ആ കാര്യം നമ്മൾ പഠിച്ചു മക്കളെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം ഇതാണ്. അങ്ങനെയാണ് ചങ്ങമ്പുഴയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഞാൻ പറയാണ്. ചങ്ങമ്പുഴയെ താരകങ്ങളുടെ തോഴൻ, ചങ്ങമ്പുഴയെ താരകങ്ങളുടെ തോഴൻ എന്ന് വിശേഷിപ്പിച്ചത് ഈ കൂട്ടത്തിൽ ആരാണ്? ചങ്ങമ്പുഴയെ താരകങ്ങളുടെ തോഴൻ എന്ന് ഈ കൂട്ടത്തിൽ വിശേഷിപ്പിച്ചത് ആരാണ്? MT വാസുദേവൻ നായർ, വള്ളത്തോർ, വൈലോർപ്പിള്ളി, അക്കിത്തം. നിങ്ങൾ ഉത്തരം എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ചെയ്യുക. എല്ലാവരും USS പരീക്ഷയ്ക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.